ഹലോ, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ നല്ല മെറ്റീരിയലിലുള്ള വേണ്ടാത്ത ഒരുപാട് തുണികളുണ്ടാവുമല്ലേ. നമുക്ക് ബ്ലൗസ് ഒന്നും തയ്ക്കാൻ തികയാതെ വെച്ചിരിക്കുന്ന ഒരുപാട് തുണികൾ. അപ്പോൾ ഈ തുണികളും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഉത്സവമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതുപോലുള്ള ഒരുപാട് നോട്ടീസ് ബുക്കുകൾ കൊണ്ടുവരാറുണ്ടല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിലുള്ള കുറച്ച് പഴയ നോട്ടീസ് ബുക്കുകളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ബൈൻഡിനൊക്കെ നല്ല കട്ടിയാണല്ലോ. അപ്പോൾ ഈ ബൈൻഡൊക്കെ കളയാതെ വെച്ചിരുന്നിട്ട് നമുക്ക് ഈ ബൈൻഡുകളും അതുപോലെ തന്നെ നമ്മുടെ പഴയ തുണികളും വെച്ചിട്ട് സൂപ്പറായിട്ടുള്ളൊരു വർക്ക് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പറഞ്ഞേക്കാം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഈ കട്ടിയുള്ള ഈ ബൈൻഡ് നമ്മളൊന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ പുറകിലുള്ള വശമാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിനെ നമുക്ക് 4ആയിട്ടൊന്ന് മടക്കണം. അപ്പോൾ അതേ ഇതുപോലെ ഞാനൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇതളിൻ്റെയൊക്കെ ഷേപ്പ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇഷ്ടപ്പെട്ട ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മോഡലുള്ള ഒരു ഷേപ്പാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ ബൈൻഡ് ആയതുകൊണ്ട് കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ നമുക്ക് സാവധാനം ഇതൊന്ന് നല്ല ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഞാൻ കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് 4 ഇതളുകളാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ 4 ഇതളുകൾ വെച്ചിട്ടാണ് നമ്മൾ പൂ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതേ ഈ ഷേപ്പിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ ഇനി ഇതുപോലെ ഒരു ഇതളെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ പഴയ തുണിക്കുള്ളിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഇതളിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിതാ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കൊരു മിഷൻ നൂലോ അല്ലെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കട്ടിയുള്ളൊരു നൂല് ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊരു കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ടൈറ്റിനൊരു കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതേ നമുക്കിതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ, നല്ലൊരു ഇതളിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള 4 പീസും കൂടി പെട്ടെന്നൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു വൂളൻ ത്രെഡാണ് കേട്ടോ. ഞാനൊരു ഓറഞ്ച് കളറിലുള്ള ഒരു ത്രെഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത് അത് എടുത്തോളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഓറഞ്ചും നീലയും കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ കളർ എടുത്തത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു 10-11 ചുറ്റി നമ്മുടെ വിരലിൽ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം ഈ നൂലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഈ സെയിം നൂല് വെച്ച് തന്നെ ഇതിൻ്റെ മിഡിൽ ഭാഗത്തൊരു കെട്ടും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മുറിച്ച് മാറ്റിയിട്ട് ഈ ജോയിൻ്റ് വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിനൊരു ബോൾ പോലെ ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഉള്ളതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്ന ഒരു കമ്പിയിൽ ഗ്രീൻ ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇനി നമ്മൾ പൂവൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ 4 ഇതളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പി എടുത്തതിന് ശേഷം ഒരു ഇതൾ വെച്ചിട്ട് നമുക്ക് ടൈറ്റായിട്ട് കെട്ടി നമ്മൾ നേരത്തെ ഉപയോഗിച്ച നൂല് വെച്ച് തന്നെ നല്ല ടൈറ്റായിട്ട് ഒരു കെട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇതളും കൂടി ഇതുപോലെ തന്നെ നമുക്ക് കെട്ടിട്ട് ടൈറ്റായിട്ട് വെച്ചെടുക്കാം.
അപ്പോൾ ദേ നമ്മൾ 4 ഇതളുകളും വെച്ച് കെട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ ടൈറ്റായിട്ട് കെട്ടിയെടുത്തപ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ഫ്ലവർ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ത്രെഡിൻ്റെ ഈ ഒരു ബോളും കൂടി നമുക്ക് വെച്ച് കൊടുക്കണം. നമുക്കതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഈ ത്രെഡ് കൊണ്ടുണ്ടാക്കിയ ബോളും കൂടി ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ പൂതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വലിയൊരു ഫ്ലവറാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഫ്ലവേഴ്സും ചെയ്തെടുക്കണം. അതിന് മുന്നേ നമ്മളിതാ ഇതിൻ്റെ താഴ്ഭാഗത്ത് കെട്ടിട്ട് കൊടുത്ത ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ ബാക്കിയുള്ള തുണികളിലും കൂടി ഞാൻ ഇതുപോലെ ഫ്ലവർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ നല്ല നീലയും ഓറഞ്ചും കളർ കോമ്പിനേഷനിലുള്ള പൂക്കളാണ് കേട്ടോ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. പാഴായിട്ട് കിട്ടുന്ന തുണിയിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഈ നല്ല പൂക്കൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഫ്ലവർ വൈസ് ഞാൻ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാൻ, കാണാത്തവരോ അതും കൂടി കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പൂവെല്ലാം ഈ ഫ്ലവർ വൈസിൽ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.